24 സൂപ്പർ എക്സ്ക്ലൂസീവ്. തിരുവനന്തപുരം വെഞ്ഞാറമ്മൂട് 16-കാരനെ IS-ൽ ചേരാൻ പ്രേരിപ്പിച്ചെന്ന പരാതിയിൽ മാതാവിനും രണ്ടാനച്ഛനുമെതിരെ UAPA ചുമത്തി പോലീസ്. 16-കാരന്റെ സ്വഭാവത്തിലെ മാറ്റം കണ്ട് മതപഠനശാല അധികൃതർ മാതാവിന്റെ വീട്ടിൽ വിവരമറിയിക്കുകയായിരുന്നു. മാതാവിന്റെ ബന്ധുക്കൾ പോലീസിനെ സമീപിക്കുകയായിരുന്നുവെന്നും വിവരം ലഭിക്കുന്നുണ്ട്. സംഭവത്തിൽ NIAയും വിവരശേഖരണം ആരംഭിച്ചു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ ചേരുന്നു. ഷഫീദ്, വളരെ പ്രധാനപ്പെട്ട, വളരെ നിർണായകമായ ഒരു വാർത്തയാണിപ്പോൾ ഷഫീദ് പുറത്തുവിട്ടിരിക്കുന്നത്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദിലീപ് കുമാർ, ഉറപ്പായിട്ടും, കാരണം വലിയ ഞെട്ടലുണ്ടാക്കുന്ന സംഭവമാണ്. തിരുവനന്തപുരത്ത് നിന്നൊരു വിവരമായി പോലീസിന്റെ രഹസ്യാന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഒരു വിവരമായി പുറത്തു വരുന്നത് പോലീസ് വളരെ ഗൗരവത്തിലൊരു അന്വേഷണം നടത്തണം. ഇക്കാര്യത്തിൽ കൂടുതൽ ഐഡന്റിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഘട്ടത്തിൽ വെളിപ്പെടുത്താൻ കഴിയില്ല. പക്ഷേ UAPA ചുമത്തി ഒരു കേസെടുത്ത് പോലീസ് വളരെ ഗൗരവത്തിൽ ഇതിന്റെ അന്വേഷണം നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ സംഭവം ഇങ്ങനെയാണ് നടക്കുന്നത് ദിലീപ് കുമാർ. ഈ വെമ്പായം സ്വദേശിയായിട്ടുള്ള ഒരു യുവാവ്, ഇയാൾ കാലങ്ങളായി UK-യിലാണ്. ഇയാൾ പത്തനംതിട്ട സ്വദേശിയായിട്ടുള്ള ഒരു യുവതിയുമായി പ്രണയത്തിലാവുകയും പിന്നീട് അവർ വിവാഹം കഴിച്ച മതപരിവർത്തനം അടക്കമുള്ള കാര്യങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളായിരുന്നു ഈ വെമ്പായം സ്വദേശിയായിട്ടുള്ള യുവാവ്. ഇയാൾ UK-യിൽ വെച്ച് പരിചയപ്പെട്ട പത്തനംതിട്ട സ്വദേശിയായിട്ടുള്ള മറ്റൊരു മതവിഭാഗത്തിൽപ്പെട്ട ആളെ മതപരിവർത്തനം നടത്തി. അതിനുശേഷം ഈ യുവതിക്ക് നേരത്തെ അവരുടെ ആദ്യ വിവാഹത്തിൽ ഒരു മകനുണ്ടായിരുന്നു, ഒരു 16 വയസ്സുകാരൻ. ഈ മകനെ UK-യിലേക്ക് ഇവർ കൊണ്ടുപോയിരുന്നു. ഇവർ UK-യിലാണ് സ്ഥിരമായി താമസിക്കുന്നത്. ഇവർ UK-യിലേക്ക് കൊണ്ടുപോയിരുന്നു. ആ UK-യിലേക്ക് കൊണ്ടുപോയ സമയത്ത് അവിടെ വെച്ച് ISIS-ന്റെ വീഡിയോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാണിച്ച് ISIS-ൽ ചേരാൻ ആ കുട്ടിയെ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ് നിലവിൽ പോലീസ് അന്വേഷിക്കുന്ന പരാതി, അല്ലെങ്കിൽ ആ കേസ് എന്ന് പറയുന്നത്. മാത്രമല്ല, പലതരത്തിലുള്ള വീഡിയോ ദൃശ്യങ്ങൾ, ചില പ്രബോധന ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് ഈ കുട്ടിയെ കാട്ടി ഈ രണ്ടാനച്ഛൻ ഈ കുട്ടിയെ ISIS-ൽ ചേരാൻ നിർബന്ധിച്ചു എന്നുള്ളതാണ്. അതിനുശേഷം ഈ കുട്ടി അക്കാര്യത്തിൽ വിയോജിച്ചു. അങ്ങനെ നാട്ടിലേക്ക് ഈ ദമ്പതികൾ ഈ കുട്ടിയുമായി എത്തി. കുട്ടിയെ ആറ്റിങ്ങൽ പരിധിയിലുള്ള ഒരു മതപഠനശാലയിലാക്കി. മതപഠനശാലയിൽ വെച്ച് അവിടുത്തെ അധികൃതർ ഈ കുട്ടിയുടെ സ്വഭാവത്തിലെ മാറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതോടെ ഈ കുട്ടിയുടെ മാതാവിന്റെ വീട്ടിൽ വിവരമറിയിക്കുകയായിരുന്നു. അങ്ങനെ കുട്ടിയുടെ മാതാവിന്റെ ബന്ധുക്കളാണ് പോലീസിനെ സമീപിച്ചത്. ആ പോലീസ് ഇപ്പോൾ ഈ വെഞ്ഞാറമ്മൂട് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം വന്നത്, ഈ പരാതി വന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് അത് ആറ്റിങ്ങൽ DYSPക്ക് കൈമാറി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആറ്റിങ്ങൽ DYSPയുടെ നേതൃത്വത്തിൽ ഇതിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. തിരുവനന്തപുരം റൂറൽ SP ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കേസിന്റെ അന്വേഷണം ഇന്നലെയും കൂടി വിലയിരുത്തി എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമുള്ള കാര്യം. മാത്രമല്ല, NIA, ദേശീയ സുരക്ഷാ ഏജൻസി ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ഈ സംഭവത്തെക്കുറിച്ച് വിവരശേഖരണം നടത്തിയിട്ടുണ്ട്. UAPA ചുമത്തിയാൽ നമുക്കറിയാം NIA അവരുടെ തുടരന്വേഷണം നടത്തും. ആ രീതിയിൽ NIA ഇക്കാര്യത്തിലെ വിവരശേഖരണം നടത്തി. നിലവിലിപ്പോൾ ഈ ദമ്പതികൾ ഉള്ളത് UK-യിലാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇവരെ നാട്ടിലേക്ക് എത്തിക്കാനടക്കമുള്ള ശ്രമങ്ങൾ അത് പോലീസ് നടത്തി വരികയാണ്. ആറ്റിങ്ങൽ DYSPയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം റൂറൽ SPയുടെ മേൽനോട്ടത്തിൽ ഇന്റലിജൻസിന്റെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം നിരീക്ഷിച്ചാണ് ഈ കേസിന്റെ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് UAPA ചുമത്തിയത്. അതിലും പറയുന്നത് തീവ്ര സ്വഭാവമുള്ള ISIS എന്ന് പറയപ്പെടുന്ന സംഘടനയിലേക്ക് ചേരാൻ 16 വയസ്സുള്ള കുട്ടിയെ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ്. അതിലെ ഗൗരവമടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ആ വിധത്തിൽ കണ്ടിട്ടുണ്ട്. കൂടുതൽ മൊഴിവിവരണം അടക്കമുള്ള കാര്യങ്ങൾ, മൊഴിശേഖരണം അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് നടത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഈ ആറ്റിങ്ങൽ പരിധിയിലുള്ള മതപഠനശാലയിൽ, കുട്ടി താമസിച്ച മതപഠനശാലയിലടക്കം പോലീസിന്റെ അന്വേഷണം, പോലീസ് അവരിൽ നിന്ന് കൂടുതൽ വിവരശേഖരണം നടത്തിയിട്ടുണ്ട്. കാരണം ഈ കുട്ടിയുടെ സ്വഭാവത്തിലെ വ്യത്യാസം കണ്ട് ഈ മതപഠനശാല അധികൃതരാണ് ഈ വിവരം കുട്ടിയുടെ അമ്മയുടെ ബന്ധുക്കളെ അറിയിക്കുന്നത്. അങ്ങനെയാണ് ഇത് പോലീസിന്റെ ശ്രദ്ധയിലേക്ക് വരുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ UAPA ചുമത്തി പോലീസ് അന്വേഷണം നടത്തുകയാണ്. ഈ വെമ്പായം സ്വദേശിയായിട്ടുള്ള യുവാവിനെ കേന്ദ്രീകരിച്ച് കൂടുതൽ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇയാൾ എന്നാണ് UK-യിലേക്ക് പോയത്, എന്തൊക്കെയാണ് ഇയാളുടെ ഇടപാടുകൾ, എന്തൊക്കെ ഇക്കാര്യങ്ങൾ നടത്തുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വിശദമായിട്ടുള്ള അന്വേഷണം അത് പോലീസ് നടത്തുന്നുണ്ട്. മാത്രമല്ല, നിലവിലിപ്പോൾ ആ യുവതിയെക്കുറിച്ചും, അതായത് വെമ്പായം സ്വദേശിയായിട്ടുള്ള യുവാവ്, മതപരിവർത്തനം നടത്തിയ യുവതി, അവരെക്കുറിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നു. ഈ രണ്ടുപേർക്കുമെതിരെയാണ് UAPA ചുമത്തി പോലീസ് കേസെടുത്തിട്ടുള്ളത്. ദിലീപ് കുമാർ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.